ഹായ് കീം 2026 നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഓൾറെഡി മാർക്ക് ഡാറ്റ സബ്മിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ആ സബ്മിറ്റ് ചെയ്തിട്ടുള്ള മാർക്ക് ഡാറ്റ ഇപ്പോൾ വെരിഫിക്കേഷന് വേണ്ടിയിട്ട് പറഞ്ഞിട്ടുണ്ട്. അത് വെരിഫിക്കേഷൻ ചെയ്യേണ്ടതിന്റെ ഇമ്പോർട്ടൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇതിനകത്ത് നമ്മൾ കൊടുത്തിട്ടുള്ള മാർക്ക് ഡാറ്റ കറക്റ്റ് ആണ്, അതായത് സബ്മിറ്റ് ചെയ്തത് വീണ്ടും വെരിഫിക്കേഷന് വേണ്ടി തന്നിരിക്കുകയാണ്. അപ്പൊ അത് കറക്റ്റ് ആണ് എന്നുള്ളത് നമ്മൾ കൺഫേം ചെയ്യണം അല്ലെങ്കിൽ വെരിഫൈ ചെയ്യണം എന്നുള്ളത് ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പൊ നോർമലി നമ്മൾ സാധാരണ ചെയ്യണ പോലെ തന്നെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോവുക, നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും എല്ലാം കൊടുത്തതിന് ശേഷം വെരിഫിക്കേഷൻ ഫോർ എഞ്ചിനീയറിംഗ് എന്നുള്ളത് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ അവിടെ നമ്മൾ കൊടുത്തിട്ടുള്ള മാർക്ക് ഡാറ്റ കാര്യങ്ങളൊക്കെ വരും. അപ്പൊ ആ ഡീറ്റെയിൽസ് എല്ലാം കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ നോ ചേഞ്ച് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. അതിനുശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് എന്നുള്ള ബട്ടൺ നമ്മൾ ക്ലിക്ക് ചെയ്യണം. ഇനി നമുക്ക് എന്തെങ്കിലും ചേഞ്ച് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ, അതായത് ആ കൊടുത്തിട്ടുള്ളതിൽ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്നുള്ളത് കൊടുക്കാം. അതിനുശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നുള്ള ബട്ടൺ നമ്മൾ പ്രസ് ചെയ്യാം. ആഫ്റ്റർ ദാറ്റ് നമുക്ക് എന്താണോ മാർക്ക് ലിസ്റ്റിന്റെ പ്രൂഫ് കാര്യങ്ങളൊക്കെ നമുക്ക് അതിനകത്ത് സബ്മിറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതൊരു സിംഗിൾ PDF ആയിട്ട് നിങ്ങൾ അപ്ലോഡ് ചെയ്യാം. അപ്പൊ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ള മാർക്കിൽ ഒരു ചേഞ്ചും ഇല്ല, അതെല്ലാം കറക്റ്റ് ആയിട്ട് അവിടെ വന്നിട്ടുണ്ടെങ്കിൽ നോ ചേഞ്ച് കൊടുക്കുക, വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് കറക്റ്റ് കൊടുക്കുക. ഇനി എന്തെങ്കിലും ഒരു ചേഞ്ച് ഇപ്പൊ നമ്മൾ കൊടുത്തതിൽ നിന്നും അല്ലെങ്കിൽ ആ വെരിഫിക്കേഷൻ തന്നിട്ടുള്ള ഡാറ്റ എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ ചേഞ്ച് റിക്വയർഡ് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. അതിനുശേഷം വെരിഫൈഡ് ആൻഡ് ഫൗണ്ട് മിസ്മാച്ച് എന്നുള്ള ബട്ടൺ പ്രസ് ചെയ്യുക. ഇനി നെസസറി ആയിട്ടുള്ള പ്രൂഫ്, നമ്മൾ മാർക്ക് ലിസ്റ്റിന്റെ പ്രൂഫ് അതിനകത്തേക്ക് അപ്ലോഡ് ചെയ്യാം. അപ്പൊ ഇത് ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് നമ്മളെ റാങ്ക് ലിസ്റ്റ് ഇടുന്ന സമയത്ത് പരിഗണിക്കുള്ളൂ എന്നുള്ള കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. ഇത് ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17/6/2026 ആണ്. 6 PM വരെ മാത്രമേ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പൊ അതിന് മുന്നേ തന്നെ കൃത്യമായിട്ട് ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം നിങ്ങൾ ചെയ്തിട്ടുണ്ടാവണം. ഇപ്പൊ നമുക്ക് ഡോക്യുമെന്റ്സ് അപ്ലോഡ് ചെയ്യാനുള്ളത് ഒന്നിൽ കൂടുതൽ ഉണ്ടെങ്കിൽ അത് സിംഗിൾ PDF ആയിട്ട് വേണം അപ്ലോഡ് ചെയ്യാനുള്ള ഒരു കാര്യം പ്രത്യേകം പറഞ്ഞിട്ടുണ്ട്. അപ്പോ നമ്മളെ ഈ നേരത്തെ ഏതെങ്കിലും മാർക്ക് നമ്മൾ അപ്ലോഡ് ചെയ്തതിൽ നമുക്ക് എന്തെങ്കിലും ഒരു വ്യത്യാസം നമ്മൾ അവിടെ കണ്ടിട്ടുണ്ടെങ്കിൽ അത് വെരിഫൈ ചെയ്ത് കറക്റ്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലാസ്റ്റ് ചാൻസ് ആണിത്. അപ്പൊ അതുകൊണ്ട് എല്ലാവരും ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക. ഇപ്പോൾ തന്നെ നിങ്ങളുടെ യൂസർ നെയിമും ആപ്ലിക്കേഷൻ നമ്പറും ഒക്കെ വെച്ചിട്ട് ചെക്ക് ചെയ്യുക, അത് വെരിഫൈ ചെയ്യുക, മറക്കാതിരിക്കുക. അപ്പൊ കീം റിലേറ്റഡ് ആയിട്ടുള്ള കംപ്ലീറ്റ് അപ്ഡേറ്റ്സ് നമ്മൾ ഈ ഒരു ചാനലിലൂടെ നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യുന്നതാണ്. സോ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം.